Highlight Group and the CEO, Mr. Faseem, is right here with us, and the next session is going to be with him. May I request the presence of Mr. Faseem, the CEO of Highlight Group, onto the stage. Big round of applause to welcome him. Welcome, Mr. Mohammed Faseem, please. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. First of all, welcome. Welcome. Highlight has always been a part of our future summits, and again, ബിസിനസ്സിൽ വളരെ കൃത്യമായിട്ട് ഗൈഡൻസ് നൽകി പോകുന്ന ആൾക്കാരുമാണ്. 30 വർഷം, 30 years. ഈ 30 ഇയേഴ്സിന്റെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ ജിദ്ദയുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ടല്ലോ ഹൈലൈറ്റ് ഗ്രൂപ്പിന്, അതൊന്ന് പറയാമോ? First of all, thank you so much for this opportunity. Midun, thank you so much for the introduction. ശരിക്കും ഹൈലൈറ്റ് എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 1996 എൻ്റെ അങ്കിൾ പി സുലൈമാൻ എന്ന് പറഞ്ഞ ആൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാൻഡാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ജിദ്ദേൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1996 വരെ അദ്ദേഹം ജിദ്ദയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ജിദ്ദയിൽ നിന്ന് എല്ലാ പ്രവാസിൻ്റെ പോലെ ഇവിടെ ബിസിനസ് ചെയ്ത് ഇവിടുന്ന് കണ്ട സ്വപ്നമാണ് നാട്ടിലൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള സ്വപ്നമാണ്. കാരണം ഈവൻ അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത് ഹൈലൈറ്റ് എന്ന പേര് ഇവിടുന്ന് ഇട്ട് അതിൻ്റെ ലോഗോ വരെ ഡിസൈൻ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വപ്നം, ഞാൻ ശരിക്കും ചെറുപ്പത്തിൽ കേൾക്കുന്ന ഹൈലൈറ്റിൻ്റെ എല്ലാ സ്റ്റോറിയിലും ജിദ്ദ എന്നൊരു ശരിക്കും അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ കഥകളിലും ജിദ്ദ ഉണ്ടാവും. അപ്പം എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജിദ്ദ ഒരു ഇമോഷണൽ കണക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അതിനൊരു കയ്യടി കൊടുത്ത് തുടങ്ങാം. ജിദ്ദയിൽ തുടങ്ങിയ ബ്രാൻഡാണ് ഹൈലൈറ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യം കൂടിയായിരുന്നു. അത് ശരിക്കും പറയാൻ 1996 എന്ന് പറയുമ്പം ഇന്ന് ശരിക്കും ഈ വർഷം ഞങ്ങൾ 30 years 3 decades ശരിക്കും ഹൈലൈറ്റിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 വർഷമായി ഞങ്ങളെല്ലാവരും മീൻസ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആദ്യം 30 വർഷത്തിന് ജിദ്ദയിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് ജിദ്ദക്കാർക്ക് സ്പെഷ്യൽ ഓഫർ വല്ലതും ആദ്യം പ്രഖ്യാപിക്കണം. അതിലേക്ക് കിടക്കല്ല. പക്ഷേ ആഘോഷം എന്താണ്? 30 years എന്ന് പറയുമ്പോൾ എന്താണ് സെലിബ്രേഷൻ? ഞങ്ങളുടെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എപ്പോഴും ഒരു ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുക. ശരിക്കും ഞങ്ങളുടെ ഒരു പാഷൻ ശരിക്കും അതാണ്. ലോഞ്ചസ് ഉണ്ടാവുമല്ലോ. ലോഞ്ചസിനെക്കാളും ഉപരി ഞങ്ങൾ 30 yearsന്റെ സെലിബ്രേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ 2030, അതായത് ഇനിയുള്ള 5 കൊല്ലം 50 million square feet ത്രൂ ഔട്ട് കേരള കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. Did I hear it right? 50 million square feet. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡെവലപ്പർ, ഒരു നല്ല ട്രാക്ക് റെക്കോർഡിലുള്ള ഒരു ഡെവലപ്പർ ശരിക്കും ഒരു 30 years അവരുടെ ലൈഫ് സ്പാനിൽ ചെയ്യുന്നൊരു 10 million 1 crore square feet ആണ്. അപ്പോൾ അത് 5 times bigger. അപ്പോൾ ശരിക്കും ഒരു വലിയൊരു മിഷനിലൂടെയാണ് ഞങ്ങൾ ഒരു പ്ലാൻ ശരിക്കും നെക്സ്റ്റ് ഫേസിൽ. ഞാൻ നേരത്തെ കോഴിക്കോടെന്ന് പറഞ്ഞു. 50 million square feet ഓൾ അക്രോസ് കേരള അല്ലേ? ഓൾ അക്രോസ് കേരള ഡെഫിനറ്റ്ലി. അല്ലേ നിങ്ങൾ കോഴിക്കോട് മുഴുവൻ കൊണ്ടുപോകുന്നു വിചാരിച്ചു ഞാൻ പെട്ടെന്ന്. 50 million square feet എന്ന് പറയും അല്ല. തീർച്ചയായും ഈ 50 million square feet 2030 കൂടി എന്ന് പറയുമ്പോൾ again 2030 is a grand year for Saudi as well. For the last 10 years നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വിഷൻ 2030 ആയിരുന്നു. ആ വിഷൻ 2030 ഇത് ചെയ്ത് അക്ലമറ്റൈസ് ചെയ്താണ് പോകുന്നത് അല്ലേ കൃത്യമായിട്ട്. സോ ഹൗ ഇസ് ദിസ് ഗോയിങ് ടു ബി 5 million square feet എന്ന് പറയും? 50 million square feet എന്ന് പറയുമ്പം ശരിക്കും നമ്മളൊരു കൺസ്ട്രക്ട് ചെയ്യുക, ഒരുപാട് വലിയ വോളിയം ചെയ്യുക, ബിസിനസ് ചെയ്യാം, അതല്ല ടാർഗറ്റ് വരുന്നത്. നമ്മൾ കേരളത്തിൽ പല ഭാഗങ്ങളായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് മെയിൻലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ കോഴിക്കോട് ശരിക്കും വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നുണ്ട്. അത് ശരിക്കും 12.5 million square feet, ശരിക്കും 1,25,00,000 square feet ഉള്ള ഇന്ത്യാസ് ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെൻ്റർ ആണ് നമ്മൾ കോഴിക്കോട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് മേജർ പ്രോജക്റ്റ് അതിൽ അതാണ് വരുന്നത്. അത് അഗൈൻ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. കാരണം ട്രേഡ് സെന്റർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും എടുത്തു പറയേണ്ടത് ഡെവലപ്മെന്റ് അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് സെന്ററാണ് കോഴിക്കോട് വരുന്നത്. ഹൗ ഇസ് ദാറ്റ് ഗോയിങ് ടു ബി? എങ്ങനെയായിരിക്കും അത് നമുക്ക് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ട് വരിക? ബെനിഫിഷ്യൽ എന്ന് പറയുമ്പം നമ്മളിപ്പം എല്ലാവർക്കുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യാസ് ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെന്റർ കോഴിക്കോട് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും വളരെ സെൻസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ചോദിക്കുന്നത് നമ്മളിപ്പം ബാംഗ്ലൂരോ ഹൈദരാബാദോ അല്ലെങ്കിൽ ഒരു വലിയ സിറ്റി പോയിട്ട് ഒരു വേൾഡ് ട്രേഡ് സെന്റർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഓഫീസ് ടവർ ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. കാരണം ആ സിറ്റിക്ക് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, ഓൾറെഡി ഉണ്ട്, പ്രത്യേകിച്ച് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ ഇവിടെ വരുമ്പം വലിയ കമ്പനീസ് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വലിയ എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റം നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പാർട്ടായിട്ട് വലിയ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടാവും, 5 star ഹോട്ടൽ ഉണ്ടാവും, സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, എഡ്യൂക്കേഷണൽ ടവേഴ്സ് ഉണ്ടാവും, അതേപോലെ ക്ലബ്ബ് ഉണ്ടാവും. അപ്പം ഇത് ഓഫ് കോഴ്സ് ഓഫീസ് സ്പേസ് ഉണ്ടാവും, വലിയൊരു ഓഫീസ് സ്പേസസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓൾ ടുഗെദർ ശരിക്കും ഒരു 8-10 ടവേഴ്സിലായിട്ടാണ് ശരിക്കും ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നത്. അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി വരുമ്പം അല്ലെങ്കിൽ ഒരു വലിയൊരു MNC വരുമ്പം, ഒരു സീനിയർ ലെവൽ എംപ്ലോയീസ് വരുമ്പം അവർക്കുള്ള എല്ലാ എക്കോസിസ്റ്റം സിറ്റിക്ക് വേണം. അതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അതെ, ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ നമുക്ക്
നമ്മുടെ കൺമുമ്പിൽ തന്നെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പം കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്ക് വന്നപ്പോഴാണ് ശരിക്കും ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ ട്രിവാൻഡ്രത്ത് ആരെയും പ്രത്യേകിച്ച് അറിഞ്ഞത്. ആ ഒരു ഏരിയ മാറി എന്നുള്ളതല്ല, അവിടുത്തെ ഹോൾ ഇൻഫ്രാസ്ട്രക്ചർ മാറി എന്നുള്ളതാണ്. ഇന്നും നമ്മളവിടെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ടെക്നോ പാർക്കിലെ പിള്ളേരെടുത്തോളും എന്ന് പറഞ്ഞാണ് മിക്കവാറും പോവാറ്. അത്തരത്തിലുള്ള ഡെവലപ്മെന്റുകളാണ് പറയുന്നത്. ആൻഡ് ഇപ്പോൾ ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ലേ ഈ 50 മില്യണിനകത്ത്? ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ശരിക്കും ഒരു ഐ ഓപ്പണറാണ്. കാരണം ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേഷനാണ് ടെക്നോ പാർക്ക്, ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്. അപ്പോൾ ഏഷ്യയിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് ഓൺഡ് IT പാർക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്തു. ആ സമയത്ത് കേരള ഗവൺമെൻറ്റിന് ഏത് സ്ഥലത്തും, നമ്മൾ കേരളത്തിൽ ഏത് സ്ഥലത്തും പോയിട്ട് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം ഗവൺമെൻറ് ഒരു ടെക്നോ പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നു, പുറത്തുള്ള കമ്പനീസ് വരുന്നു. അത് കൊച്ചിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും ഈക്വലി അത് സക്സസ് ആവുമായിരുന്നു. പക്ഷേ ആ ഒരു ഡിസിഷൻ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിനെ ശരിക്കും എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തെന്നുള്ളത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെല്ലാം മീൻസ് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. കാരണം ഒരു ടോട്ടൽ ടെക്നോ പാർക്ക് ഒരു ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ്, ഈ 4 ഫേസ് ആയിട്ട് 12.7 മില്യൺ സ്ക്വയർ ഫീറ്റ് ടെക്നോ പാർക്കിൽ മാത്രം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 50% ഓഫീസ് സ്പേസും ബിൽഡ് ചെയ്തത് ലാസ്റ്റ് 10 ഇയറാണ്. അപ്പോൾ ഈ 10 ഇയറിൽ ട്രിവാൻഡ്രത്ത് വന്ന ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഓഫീസസ് വന്നു, ഒരുപാട് ഈവൻ റെസിഡൻഷ്യൽ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ കൊച്ചിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് റേറ്റ് ട്രിവാൻഡ്രത്തിനാണുള്ളത്. അല്ലെങ്കിൽ പല മീൻസ് ലാൻഡ് കോസ്റ്റ് ആയിക്കോട്ടെ, റെൻ്റൽ റവന്യൂ ആയിക്കോട്ടെ, എല്ലാ ആസ്പെക്റ്റിലും ട്രിവാൻഡ്രത്തിനുള്ള ഗ്രോത്ത് നമ്മൾ ശരിക്കും വിസിബിളായിട്ട് കണ്ടു. ഒരൊറ്റ ഡിസിഷൻ ടെക്നോ പാർക്ക് വന്നു എന്നുള്ള ഒരൊറ്റ കാരണം മാത്രം. ഇന്ന് TCSന് മാത്രം അവിടെ 90 ഏക്കർ ആയിട്ടുള്ള ക്യാമ്പസ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ആളുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വലിയ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ആ സിറ്റിയിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുമ്പം നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഒരു ഓൾമോസ്റ്റ് 1.3 lakhs എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1,30,000 ആളുകൾ വർക്ക് ചെയ്യുമ്പം 1,30,000 വീട് വേണം, 1,30,000 മെയ്ഡ് വേണം. എല്ലാ രീതിയിലും സൊസൈറ്റിനെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ വരെ അതിനെ ടച്ച് ചെയ്യും. അപ്പോൾ ആ ടച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീടുകൾ വരുമ്പോൾ പല ആളുകളും വാങ്ങും, ചില ആൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യും, ചില ആൾക്ക് ഹോം സ്റ്റേ ചെയ്യും. ശരിക്കും അപ്പോൾ റെൻ്റൽ ഡിമാൻഡ് കൂടും, ലാൻഡ് കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റ്ലി ഒരു 5 to 10 ഇയേഴ്സിൻ്റെ ഇടയിൽ കോഴിക്കോടിനും മലബാർ റീജിയനും ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം വരും. ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് വരുമ്പം ആ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു നാടിന് എത്രത്തോളം മാറ്റം വരുന്നു എന്നുള്ളൊരു എക്സാമ്പിളാണ് നമുക്കിപ്പോൾ പറയുന്നത്. വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഡെവലപ്മെൻറ്റുകളിലെല്ലാം തന്നെ ഏതെങ്കിലും ഒന്ന്, ഇപ്പം നമുക്കറിയാലോ അവിടെ ഇത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടാണോ കാണുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു മുമ്പോട്ടുള്ള പോക്ക് വരുന്നത്? ആൻഡ് ക്യാൻ വി ഓൾസോ ബി എ പാർട്ട് ഓഫ് ദിസ്? എങ്ങനെയായിരിക്കും നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കുക? ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നാളെ ഈ ഒരു വേൾഡ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യാസ് ലാർജസ്റ്റ് WTC ബിൽഡ് ചെയ്യാന്നല്ല, പക്ഷേ ഗ്രാജുവലി ഫേസ് ബൈ ഫേസ് ആയിട്ട് നമുക്ക്, പക്ഷേ റൈറ്റ് ഫേസിലായിട്ട്, അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവ് മാത്രമല്ല, ഒരു കമ്പനി വരുമ്പം അവർ നോക്കുന്ന പല ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗവൺമെൻറ് സൈബർ പാർക്കിൽ ഓൾറെഡി ഞങ്ങൾ 3 പ്ലോട്ട് അക്വയർ ചെയ്തു. അവിടെ 3 ഡിഫറെൻറ്റ് പ്രൈവറ്റ് IT പാർക്ക്, ലുലു ഒക്കെ ചെയ്ത, കൊച്ചി ലുലു ഒക്കെ ചെയ്ത പോലെ തന്നെ കോഴിക്കോട് ശരിക്കും ഗവൺമെൻറ് IT പാർക്കിൽ, സൈബർ പാർക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. 3 പ്രൈവറ്റ് IT പാർക്ക് ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഓൾറെഡി ലാൻഡ് അക്വയർ ചെയ്തു, അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഇതിനെ കണക്റ്റഡ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇതിലൊരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം വലിയ കമ്പനീസ് വരുമ്പോൾ, MNCs വരുമ്പം അവർ നോക്കുന്നുണ്ടാവുക പറഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വരണം. അവർക്ക് വരുമ്പം അവർ കുറേ ക്രൈറ്റീരിയാസ് നോക്കും. വലിയ കമ്പനി വരുമ്പം അവർക്കുള്ള എന്താ പറയുക, അവരുടെ പല വർക്കും അവർ സ്റ്റാർട്ടപ്സിനാണ് കൊടുക്കുന്നുണ്ടാവുക, അവർ ഡയറക്റ്റ്ലി ചെയ്യില്ല. അപ്പോൾ അവർ നോക്കുമ്പം അവർ വരുന്ന കൂടെ കുറേ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരും. അപ്പോൾ അവർക്കുള്ള ഒരു ഓഫീസ് അവിടെ ഉണ്ടാവണം, ആ സിറ്റിക്ക് വേണം. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ വലിയ കമ്പനികൾ വരുള്ളൂ. അപ്പോൾ നമ്മൾ IT പാർക്കിൽ സ്ഥലം ഉണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ സൈബർ പാർക്കിൽ വേണം, ഓൾറെഡി നമുക്ക് സ്പേസ് വേണം. നമ്മുടെ സൈബർ പാർക്കിൽ ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ മാത്രമേ വലിയ കമ്പനീസ് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഗ്രാജുവൽ ഒരു പ്രോസസ്സാണ്. ഇത് ഫേസ് ബൈ ഫേസ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്നത് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ നാടുകളെല്ലാം ഇതിൽ കണക്റ്റഡ് ആയതുകൊണ്ട്, ഇപ്പം കോഴിക്കോടും കൊച്ചിയും ട്രിവാൻഡ്രവും ഉൾപ്പെടുന്ന ഒരു കോറിഡോർ ഇതിൽ കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ തീർച്ചയായും നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും അത് ഭയങ്കരമായി ഗുണം ചെയ്യും, ആ സ്ഥലം ഡെവലപ്പ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. പക്ഷേ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത് ഗ്രാജുവൽ ആയിട്ടാണെന്ന് പറയുകയാണെങ്കിലും എന്തായിരിക്കും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും?
ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത്, നമ്മളിപ്പം വളരെ ലൈറ്ററായിട്ടാണ് നമ്മൾ എല്ലാവരും അതിനെ കാണുന്ന വിഷയം. ഇനി ഫ്യൂച്ചറിൽ റിയൽ എസ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ലാൻഡാണ്. ലാൻഡ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയസ് ഇഷ്യൂ ആവും കേരളത്തിൽ വരാൻ പോകുന്നത്. കാരണം നമ്മളിതിനൊരു ജസ്റ്റ് ഒരു ഫിഗറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം ഓസ്ട്രേലിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന രാജ്യമാണ്. ഇന്ത്യൻ്റെ 3 times ബിഗറാണ് ഓസ്ട്രേലിയ ലാൻഡ് സൈസ് കമ്പയർ ചെയ്യുമ്പോൾ. 3 ഇരട്ടി സൈസുള്ള ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയൻ്റെ. ശരിക്കും പറഞ്ഞാൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2.7 crore പോപ്പുലേഷനാണ് ടോട്ടൽ ഓസ്ട്രേലിയൻ്റെ പോപ്പുലേഷൻ. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അവിടെ 3.5 crore പോപ്പുലേഷൻ ഉണ്ട്. ഓസ്ട്രേലിയൻ്റെ ഓൾമോസ്റ്റ് ഒരു 70% ഹയറാണ് വരുന്നത്. ഈ കേരളത്തിൽ ആകെ 30% ലാൻഡ് മാത്രമേ കൺസ്ട്രക്റ്റബിൾ ലാൻഡുള്ളൂ. ബാക്കിയെല്ലാം ഈ പാഡി, പ്ലാന്റേഷൻ, CRZ, മറ്റേ കസ്തൂരി രംഗൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ലാൻഡ് മിസ്സായിട്ടുണ്ട്. ആകെ 30% ലാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും നമ്മളെ കേരളത്തിലൊരു നല്ല ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമുക്കുള്ളത്. ഇപ്പോൾ ശരിയാണ്, നമ്മൾ ഹൈദരാബാദ് അല്ല, ബാംഗ്ലൂർ അല്ല, ബോംബെ അല്ല, ശരിയാണ്. പക്ഷേ ഒരു നല്ല ഡെവലപ്മെൻറ്റ് വന്നാൽ നമുക്ക് ലാൻഡില്ല. അപ്പോൾ നമ്മൾ വൈസ്ലി ആ ലാൻഡിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരും റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് വരുള്ളൂ. ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് കോഴിക്കോട് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഹൈലൈറ്റ് മോൾ എന്ന് പറയുന്നത് നമുക്ക് വലിയ കറക്റ്റ് പില്ലറായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഹൈലൈറ്റിൻ്റെ ഫുൾ ഏരിയ നമ്മളെല്ലാവരും ഇതായിട്ട് ആ ഏരിയ ഡെവലപ്പ് ആകും. ഇനി അങ്ങോട്ട് കൊച്ചിയിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വല്ലതും വരാനുണ്ടോ? കൊച്ചിയിൽ ഡെഫിനറ്റ്ലി കൊച്ചി എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റിൽ എല്ലാവർക്കും അറിയുണ്ടാവും, വിത്തിൻ 10 years ടൈം ശരിക്കും കേരളം ടോട്ടൽ ഒരു സിറ്റി ആയിട്ട് മാറും. എല്ലാ സിറ്റിയും കണക്റ്റഡ് ആയിട്ട് മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സിറ്റിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് വരും. കൊച്ചി ഓഫ് കോഴ്സ് നമ്മുടെ കോഴിക്കോട് നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റ് വരും എന്ന് പറഞ്ഞാലും, ട്രിവാൻഡ്രത്ത് എന്തൊക്കെ ഡെവലപ്മെൻറ്റ് പറഞ്ഞാലും കൊച്ചിയാണ് മെയിൻ സിറ്റി, കൊച്ചിയാണ് മെയിൻ ഹബ്ബ് വരുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഇനിയും ഡെവലപ്മെൻറ്റ് വരും. അപ്പോൾ അതിന് പക്ഷേ കൊച്ചിക്ക് നമുക്ക് വേണ്ട കുറേ എൻ്റർടൈൻമെൻറ്റ്, ഇനി വലിയ കമ്പനികൾ വരുമ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് വരണം, അല്ലെങ്കിൽ കുറേ അതിൻ്റെ എക്കോസിസ്റ്റം ഇനിയും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട് അവിടെ. ഡെഫിനറ്റ്ലി. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാ പറഞ്ഞത്, ഹൈലൈറ്റിൻ്റെ കാര്യം മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസിക്ക് പ്രത്യേകിച്ചും അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ വരികയാണ്. ഇപ്പോഴും നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പ്രവാസികളുടെ റെമിറ്റൻസ് തന്നെയല്ലേ? ആ റെമിറ്റൻസ് തന്നെയല്ലേ മുന്നോട്ട് പോകുമ്പോൾ? ഹൗ ഡു യു സീ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ സ്റ്റേറ്റ്? കേരള എക്കണോമി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് GCC അല്ലെങ്കിൽ NRIs റെമിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കണോമിയാണ് കേരളം. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ശരിക്കും എല്ലാ NRIസിനും ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിന് ഡൊണേറ്റ് ചെയ്യണം, അതല്ല പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും റെസ്പോൺസിബിൾ ആണ് ശരിക്കും അതിലേക്ക്. അപ്പോൾ നമ്മൾ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ റിട്ടേൺസ് വരണം, നമുക്കതിനുള്ള കൂടുതൽ പ്രോഫിറ്റ് വരണം. പക്ഷേ നമ്മൾ ഒരു ടിപ്പിക്കൽ മുമ്പ് ഉണ്ടായിരുന്നല്ലോ, ഒരാൾ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത കുറേ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും നാട്ടിൽ, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കമ്പനി അങ്ങനെ ഒരുപാട്. അപ്പോൾ കുറേ ഫെയിലിയേഴ്സ് വന്നു, NRIs കുറേ പേടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് എക്കണോമിനെ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. പക്ഷേ കുറച്ച് റൈറ്റ് സെൻസിൽ നമുക്കിപ്പം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് ഈ NRIs മാത്രം വിചാരിച്ചാൽ മതി കേരളത്തിനെ ഒരു ഗ്രോത്ത് ഒരു ശരിക്കും 5x ടൈം ആക്കാൻ ഒരു പണിയില്ല. കാരണം നമ്മൾ ആലോചിക്കുമ്പം പല സിറ്റിയും ഇതിപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ പോയിട്ട് ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആഫ്രിക്കയിൽ പോയി ബിസിനസ് ചെയ്താൽ ഭയങ്കര ലാഭമാണ്. പക്ഷേ എവിടെ ഒരു പേടിയുണ്ട്, ആഫ്രിക്ക സേഫാണോ അല്ലെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫാണോ എന്നുള്ളൊരു പേടി. അപ്പോൾ ആ സിറ്റീൻ്റെ ഗുഡ് വില്ലാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിൽ പല ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തുനിന്ന് പുറത്ത് നോക്കുമ്പോൾ കോഴിക്കോട് നല്ല സിറ്റിയാണ്, കൾച്ചർ നല്ലതാണ്, ഫുഡ് നല്ലതാണ്, എല്ലാ രീതിയിലും ഗുഡ് വില്ലുള്ള സിറ്റിയാണ്, എല്ലാ രീതിയിലും ഫെർട്ടൈൽ ലാൻഡാണ്. ഇന്ന് ഇന്ത്യൻ്റെ ടോട്ടൽ എംപ്ലോയീസിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള എംപ്ലോയീസ് വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഈവൻ GCCയിലാണെങ്കിലും ഒരു മേജർ കമ്പനീസിൻ്റെ ഒരു സീനിയർ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ മലയാളീസാണ്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എംപ്ലോയീസ് ഉണ്ട്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ ലാക്ക് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. നേരത്തെ പറഞ്ഞു ഒരു ടെക്നോ പാർക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ കുറേ കമ്പനി വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. കാരണം കുറേ ഫാക്ടേഴ്സും അതിനർത്ഥം ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മാത്രം. അപ്പം ബാക്കിയുള്ള എംപ്ലോയീസ് വരാനുണ്ട്, ബാക്കി എക്കോസിസ്റ്റം നല്ലതാണ്, സിറ്റിക്ക് ഗുഡ് വില്ലുണ്ട്, എല്ലാ കൾച്ചർ ബെറ്ററാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൈസ്ലി നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡെഫിനറ്റ്ലി. അതിൽ വേറൊരു ഫാക്ടറും കൂടി പറഞ്ഞാൽ, നമ്മളിപ്പം പല NRIസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കും, നല്ല
ജോബ് ഉണ്ടാവും, നല്ല ബിസിനസ് ഉണ്ടാവും. ഒരു പോയിന്റിൽ നാട്ടിലെത്തുമ്പം അവിടെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. കാരണം ഈ രീതിയിലുള്ള കമ്പനീസ് അവിടെ ഇല്ല, ആ രീതിയിലുള്ള സാലറി കൊടുക്കാൻ പറ്റുന്ന കമ്പനീസ് ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ സ്ലോലി ശരിക്കും അത് മാറിയിട്ടുണ്ട്. നമ്മളിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മുമ്പ് ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് NRIs ആണ്. ഇപ്പോഴും മേജർ ഇൻവെസ്റ്റേഴ്സ് NRIs തന്നെയാണ് ഞങ്ങളുടെ അനലിറ്റിക്സിലുള്ളത്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ പ്രൊപ്പോർഷൻ സ്ലോലി നാട്ടിൽ നിന്ന് ബിസിനസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ആ ട്രെൻഡ് ലാസ്റ്റ് 5 years ഈവൻ കൊച്ചിയിൽ നോക്കാൻ നന്നായിട്ട് കൂടി, ട്രിവാൻഡ്രത്ത് കൂടിയിട്ടുണ്ട്, ഈവൻ കോഴിക്കോടും കാര്യമായിട്ട് മാറ്റമുണ്ട്. അപ്പോൾ ശരിക്കും ഗ്രാജുവലി ഇത് കൂടുന്നത് ശരിക്കും നമുക്ക് നല്ലതാണ്. കാരണം അവിടെ ബിസിനസ് ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും നമ്മളുടെ സെക്കൻഡ് ജെൻ ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടും. അതേ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ പറയുകയാണെങ്കിൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ മാത്രം കംഫർട്ട് സോണിലുള്ള പ്രൊജക്റ്റുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കൊരു ഇറ്റാലിയൻ മാർബിളുള്ള പ്രൊജക്റ്റ് ആവും, ലക്ഷറി ആവും. പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് കണ്ടു വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം എന്താ കാര്യം, നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് ജെൻ ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കണം, കുട്ടികൾ നമ്മളെ കൂടെ താമസിക്കണം. പക്ഷേ ഇപ്പം ജെന്യൂൻ കൺസേൺ. സോ വെരി ട്രൂ ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻ നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിൽ താമസിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് സംശയമാണ്. കാരണം നമ്മൾ പോലും അവരെ സെറ്റിൽ ചെയ്യാൻ നോക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലാണ്, അല്ലെ അവർക്ക് പഠിക്കണം എന്നും വളരണം എന്നും ആഗ്രഹമുള്ളത് മറ്റ് രാജ്യങ്ങളിലുമൊക്കെയാണ്. പ്രത്യേകിച്ചും ഇവിടെ ജനിച്ച് വളർന്ന പല കുട്ടികൾക്കും നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യണമെന്ന് യാതൊരു താല്പര്യം പോലുമില്ല. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നുള്ളതാണ്. താല്പര്യമില്ലാത്ത മാത്രമല്ല, വളരെ ജെന്യൂൻ കൺസേൺ ആണ് അവരത്. അത് നമ്മൾ താല്പര്യമില്ലാതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവർ ജീവിക്കുന്നതും അവർ കണ്ടു വളർന്ന ഒരു അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഭയങ്കര വലുതാണ്. അപ്പോൾ ആ രീതിയിൽ അതിൽ അറ്റ്ലീസ്റ്റ് മാച്ചിങ് ആവുന്ന പ്രോജക്റ്റുകൾ നാട്ടിൽ വരണം, എന്നാൽ മാത്രം അവർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മൾ ദുബായിലും സൗദിയിലൊക്കെ ഉള്ള പ്രോജക്റ്റുകൾ നമ്മളെ നാട്ടിൽ വരണം, അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുള്ളൂ, ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. So very well said, Fazeem. That was so insightful. Thank you, Fazeem. Once again, the CEO of Highlight Builders, Highlight Group. Big round of applause. Media One CEO Mustaq Ahmed to do the honors of presenting Mohammed Fazeem, the CEO of Highlight Group. Big round of applause, everyone.